ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്കൊരു പത്രവാർത്ത തയ്യാറാക്കി നോക്കാം. 7ാം ക്ലാസ്സിലെ കൂട്ടുകാർ ഒരു പുഷ്പോത്സവം സംഘടിപ്പിച്ചു. ആ പുഷ്പോത്സവത്തെക്കുറിച്ച് ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹെഡിങ് കൊടുക്കണം അല്ലേ? ഹെഡിങ് കൊടുക്കണം. അപ്പോൾ നമുക്ക് വിജയത്തിൻ്റെ വർണ്ണ കാഴ്ച 7ാം ക്ലാസ്സുകാരുടെ പുഷ്പോത്സവം ശ്രദ്ധേയമായി എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ സ്ഥലത്തിൻ്റെ പേരും ഡേറ്റും എഴുതുക. കോഴിക്കോട് 2025 ഓഗസ്റ്റ് 20. പൂച്ചെടികളെ സ്നേഹിച്ചും പരിപാലിച്ചും 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിൽ സംഘടിപ്പിച്ച പുഷ്പോത്സവം ശ്രദ്ധേയമായി. പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന ഈ സംരംഭം മറ്റ് വിദ്യാർത്ഥികൾക്ക് മാതൃകയായി. മാസങ്ങൾക്ക് മുമ്പ് ശേഖരിച്ച വിവിധ ഇനം പൂച്ചെടികളുടെ വിത്തുകൾ നട്ട് പരിപാലിച്ചാണ് കുട്ടികൾ ഈ പുഷ്പോത്സവം ഒരുക്കിയത്. സൂര്യകാന്തി, റോസ്, ചെണ്ടുമല്ലി, വാടാമല്ലി തുടങ്ങിയ വിവിധതരം പൂക്കൾ അണിനിരന്നപ്പോൾ പുഷ്പോത്സവ വേദി വർണ്ണാഭമായി. കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിയ ഈ സംരംഭത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയും സജീവമായിരുന്നു. പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികൾ പൂക്കൾ വിൽക്കുകയും ചെയ്തു. ഇതിലൂടെ ലഭിച്ച തുക പൂർണ്ണമായും ഒരു അനാഥാലയത്തിന് കൈമാറിയത് ഈ സംരംഭത്തെ കൂടുതൽ പ്രശംസനീയമാക്കി. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും കാരുണ്യവും ഒരുമിച്ചപ്പോൾ ഈ പുഷ്പോത്സവം വിജയത്തിൻ്റെ പ്രതീകമായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് എന്താണ് കൊടുത്തത്? വിജയത്തിൻ്റെ വർണ്ണ കാഴ്ച 7ാം ക്ലാസ്സുകാരുടെ പുഷ്പോത്സവം ശ്രദ്ധേയമായി. പിന്നീട് നമ്മൾ സ്ഥലപ്പേര് കൊടുത്തു. കോഴിക്കോട്. പൂച്ചെടികളെ സ്നേഹിച്ചും പരിപാലിച്ചും 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കൂളിൽ സംഘടിപ്പിച്ച പുഷ്പോത്സവം ശ്രദ്ധേയമായി. പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും വളർത്തുന്ന ഈ സംരംഭം മറ്റ് വിദ്യാർത്ഥികൾക്ക് മാതൃകയായി. മാസങ്ങൾക്ക് മുമ്പ് ശേഖരിച്ച വിവിധ ഇനം പൂച്ചെടികളുടെ വിത്തുകൾ നട്ട് പരിപാലിച്ചാണ് കുട്ടികൾ ഈ പുഷ്പോത്സവം ഒരുക്കിയത്. സൂര്യകാന്തി, റോസ്, ചെണ്ടുമല്ലി, വാടാമല്ലി തുടങ്ങി വിവിധതരം പൂക്കൾ അണിനിരന്നപ്പോൾ പുഷ്പോത്സവ വേദി വർണ്ണാഭമായി. കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തിയ ഈ സംരംഭത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയും സജീവമായിരുന്നു. പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി കുട്ടികൾ പൂക്കൾ വിൽക്കുകയും ചെയ്തു. ഇതിലൂടെ ലഭിച്ച തുക പൂർണ്ണമായും ഒരു അനാഥാലയത്തിന് കൈമാറിയത് പ്രശംസനീയമാണ്. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും കാരുണ്യവും ഒരുമിച്ചപ്പോൾ ഈ പുഷ്പോത്സവം വിജയത്തിൻ്റെ പ്രതീകമായി. ഇനി നമുക്കൊരു ഉപന്യാസം തയ്യാറാക്കാം. മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മളൊരു തലക്കെട്ട് കൊടുക്കണം. സ്വാതന്ത്ര്യം മനുഷ്യ ജീവിതത്തിൻ്റെ ആത്മാവ്. മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ നടന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ നടന്നത് എന്തിനു വേണ്ടിയാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് സ്വാതന്ത്ര്യം, അല്ലേ? ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ, അതേപോലെ ഒരു വ്യക്തി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സ്വാതന്ത്ര്യം വേണം. വെറും ഒരു വാക്ക് എന്നതിലുപരി മനുഷ്യൻ്റെ ആത്മാവിനെയും സ്വത്വത്തെയും നിർവചിക്കുന്ന ഒരു ആശയമാണിത്. ഓരോ വ്യക്തിക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, ചിന്തയുടെയും ആവിഷ്കാരത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയുടെയും സ്വാതന്ത്ര്യം കൂടിയാണ്. സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിൽ മനുഷ്യൻ്റെ സർഗാത്മകതയും കഴിവുകളും മുരടിച്ചു പോകുന്നു. ആശയങ്ങൾ പങ്കുവയ്ക്കാനോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനോ ഭയമുള്ള ഒരു സമൂഹത്തിൽ പുരോഗതി സാധ്യമല്ല. അതുകൊണ്ടാണ് ഓരോ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ പൗരന്മാർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം നിർണായകമാകുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും മുൻ തലമുറകളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ്. അതിനാൽ സ്വാതന്ത്ര്യം ഒരു അവകാശം മാത്രമല്ല, ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ
ഹനിക്കാത്ത രീതിയിൽ വിനിയോഗിക്കാൻ ഓരോരുത്തരും ബാധ്യതയുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സംരക്ഷിക്കാനും വളർത്താനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. കാരണം സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം ചിറകുകളില്ലാത്ത പക്ഷികളെ പോലെയാണ്. അപ്പോൾ നമുക്കിനി വേറൊരു ഉപന്യാസം കൂടി നോക്കാം. ഇന്ന് നമ്മൾ ദിവസേന പത്രവാർത്തകളിൽ നിറയുന്നത് ഗാർഹിക പീഡനങ്ങളെ കുറിച്ചാണ്. ഇതേ തുടർന്നുള്ള മരണങ്ങളും ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ്. ഗാർഹിക പീഡനം നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. ഗാർഹിക പീഡനം നിശബ്ദമാക്കപ്പെടുന്ന നിലവിളികൾ. ഇതാണ് നമ്മുടെ തലക്കെട്ട്. നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും എന്നാൽ പലപ്പോഴും അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു ക്രൂര യാഥാർത്ഥ്യമാണ് ഗാർഹിക പീഡനം. ഓരോ ദിവസത്തെയും പത്രത്താളുകൾ ഈ ദുരന്ത കഥകൾ കൊണ്ട് നിറയുന്നു. വിവാഹബന്ധങ്ങളിലെ താളപ്പിഴകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സ്ത്രീധനം തുടങ്ങിയ പല കാരണങ്ങളും ഗാർഹിക പീഡനങ്ങളിലേക്ക് നയിക്കുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സ്ത്രീകളുടെ ആത്മവിശ്വാസവും വ്യക്തിത്വവും തകർക്കുന്നു. ചിലപ്പോൾ അത് ദുരൂഹ മരണങ്ങളിലും ആത്മഹത്യകളിലും കലാശിക്കുന്നു. ഒരു കാലത്ത് ഇതൊരു വ്യക്തിപരമായ പ്രശ്നമായി കണ്ടിരുന്നു എങ്കിൽ ഇന്ന് ഇത് സമൂഹത്തിൻ്റെ പൊതുപ്രശ്നമാണെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിയമങ്ങൾ ശക്തമായി നിലവിലുണ്ടെങ്കിലും ഭയവും അപമാനവും കാരണം പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നു. സമൂഹത്തിൻ്റെ മൗനം ഈ ദുരന്തങ്ങൾക്ക് കൂടുതൽ വളം നൽകുന്നു. കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും പരസ്പര ബഹുമാനവുമാണ് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനം. അത് നഷ്ടപ്പെടുമ്പോൾ കുടുംബം തകരുന്നു, ഒപ്പം സമൂഹവും. ഗാർഹിക പീഡനത്തിനെതിരെയുള്ള പോരാട്ടം നിയമസംരക്ഷണം മാത്രമല്ല, സാമൂഹിക അവബോധം വളർത്തുക എന്നതുകൂടിയാണ്. വിദ്യാഭ്യാസം, ബോധവൽക്കരണം, സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകൽ എന്നിവയിലൂടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഓരോ വ്യക്തിക്കും സുരക്ഷിതമായി ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് നമ്മുടെയെല്ലാം കടമയാണ്. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ഉയരുന്ന ഓരോ ശബ്ദവും പുതിയൊരു തുടക്കത്തിനുള്ള പ്രതീക്ഷയാണ്.